Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ചാപ്റ്റർ ആണ്, ദാറ്റ് ഇസ് തെർമോഡൈനാമിക്സ്. സോ ഇൻട്രൊഡക്ഷൻ ടു തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ അതിനാവശ്യമായ പ്രീ റിക്വസൈറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Thermodynamics is a branch of physics which describes the relation between heat and mechanical work and the conversion of one into other. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ആണ് ഫിസിക്സിലെ. ആ ബ്രാഞ്ചിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റും മെക്കാനിക്കൽ വർക്ക് തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്കിന് ഹീറ്റ് ആക്കോ അല്ലെങ്കിൽ ഹീറ്റ് മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന രണ്ട് വാക്കാണ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. സോ വാട്ട് ഇസ് സിസ്റ്റം? In thermodynamics, a system means a part of universe which is under consideration or investigation. നമ്മൾ എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത് അത് സിസ്റ്റമാണ്, അതല്ലാത്ത ബാക്കിയൊക്കെ സറൗണ്ടിങ്സ് ആണ്. എവറിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ക്യാൻ ബി ടേക്കൺ ആസ് ദ സറൗണ്ടിങ്സ്. ഫോർ എക്സാമ്പിൾ, ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ വെസൽ ഈസ് എ സിസ്റ്റം വിത്ത് എക്സ്റ്റേണൽ യൂണിവേഴ്സ് ആസ് ദ സറൗണ്ടിങ്. ഫോർ എക്സാമ്പിൾ, ഒരു ചേംബറിൽ ചേംബറിൽ ഗ്യാസ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ വെസൽ അതിനെ സിസ്റ്റമാക്കി ട്രീറ്റ് ചെയ്യുന്നു. അതുമായിട്ട് ബാക്കി എല്ലാത്തിനെയും, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ഒരു ഫെർണസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഫെർണസ് സറൗണ്ടിങ്സ് ആണ്. എൻ്റെ യൂണിവേഴ്സ് എന്തായിരിക്കും? സറൗണ്ടിങ്സ് ആയിരിക്കും. അപ്പോൾ പഠിക്കുന്ന എൻറ്റിറ്റിയെ നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നു. ബാക്കിയൊക്കെ എന്താണ്? സറൗണ്ടിങ്സ് ആണ്. ടൈപ്സ് ഓഫ് സിസ്റ്റം. ഫസ്റ്റ് വൺ, ഓപ്പൺ സിസ്റ്റം. എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം. രണ്ടും എക്സ്ചേഞ്ച് ചെയ്യും, എനർജി എക്സ്ചേഞ്ച് ചെയ്യും, മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഹോട്ട് വാട്ടർ ഇൻ ഓപ്പൺ വെസൽ. അപ്പോൾ ഒരു ഓപ്പൺ വെസലിൽ വാട്ടർ ചൂടാക്കുമ്പോൾ നമുക്കറിയാം അന്ന് ഹീറ്റും പുറത്തേക്ക് പോകും, അത് നീരാവിയും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബോത്ത് എനർജി ആൻഡ് മാറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഓപ്പൺ സിസ്റ്റം മീൻസ് ഇൻ ദ സിസ്റ്റം ഇറ്റ് എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ. ക്ലോസ്ഡ് സിസ്റ്റം. A system which can exchange energy but not matter with surroundings is known as closed system. Example, hot water in a closed vessel. ഒരു ക്ലോസ്ഡ് വെസലിൽ ഹോട്ട് വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിന് ഹീറ്റ് മാത്രമേ പുറത്തു പോകുള്ളൂ, എന്താവില്ല, വാട്ടർ മോളിക്യൂൾസിന് എസ്കേപ്പ് പുറത്തു പോകാൻ കഴിയില്ല, വേപ്പറായിട്ട് പുറത്തു പോകില്ല. സോ ക്ലോസ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, മാറ്റർ എന്ത് ചെയ്യില്ല? ട്രാൻസ്ഫർ ചെയ്യില്ല. ഇൻ തേർഡ് വൺ, ഐസോലേറ്റഡ് സിസ്റ്റം. In system which cannot exchange energy or matter with surroundings. For example, hot water in a thermos flask. ഒരു ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഹോട്ട് വാട്ടർ, അത് നമുക്കറിയാം പുറത്ത് ഫ്ലാസ്കിൻ്റെ പുറത്തോട്ട് ഹീറ്റ് ചൂടും ഉണ്ടാവില്ല, അതിൻ്റെ മാറ്ററും വാട്ടറും പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല, അപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. സോ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനർജിയും മാറ്ററും എന്ത് ചെയ്യുന്നില്ല? സറൗണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? എക്സ്ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഇതാണ് 3 ടൈപ്സ് ഓഫ് സിസ്റ്റം: ഓപ്പൺ സിസ്റ്റം, കോൾഡ് സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാമിന് എന്താണ് ഓപ്പൺ സിസ്റ്റം എന്നോ എന്താണ് ക്ലോസ് സിസ്റ്റം ഒരു ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. പക്ഷെ നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ഈ വാക്കുകൾ ഇന്റൻസ് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയണം, അതിനു വേണ്ടിയാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. The parameters, that is quantities, used to describe the state of a thermodynamic system are called thermodynamic variables or state variables. Pressure, volume, temperature, mass and composition are these variables, and this quantity may vary in thermodynamic process. If these quantity do not change with time, the system is said to be in equilibrium. അതായത് പാരാമീറ്റേഴ്സ്, അതായത് ക്വാണ്ടിറ്റീസ്. ഈ ക്വാണ്ടിറ്റി ഒരു സിസ്റ്റം, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് പ്രോസസ്സ് അറിയാം. ഐസോ തെർമൽ പ്രോസസ്, ഐസോകോറിക്, ഐസോബാറിക്, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് പഠിക്കാൻ, അല്ലെങ്കിൽ തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തെർമോഡൈനാമിക് വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾ പറയുന്ന പേരാണ് സ്റ്റേറ്റ് വേരിയബിൾ. അപ്പോൾ ഈ ഓരോ മാറുന്നതനുസരിച്ച് പ്രഷറും വോളിയം ടെമ്പറേച്ചറും ഒക്കെ മാറും. ഓരോ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ത് ചെയ്യും? മാറുമ്പോൾ അത് പ്രോസസ്സ് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിളിനെ കുറിച്ച് പറയുന്നവരാണ് തെർമോഡൈനാമിക് വേരിയബിൾ. അതിന് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയും. ഈ വേരിയബിളിന് ചേഞ്ച് വന്നില്ല എങ്കിൽ നമുക്ക് പറയാം ആ സിസ്റ്റം ഈസ് ഇൻ കംപ്ലീറ്റ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. 2 types of variables are extensive and intensive thermodynamic variables. When a system is divided into 2 or more parts, the state variables which remains unchanged for each part of the system are called intensive variables. Example, pressure, temperature, density, specific heat capacity, molar heat capacity, etc. അതായത് ഒരു സിസ്റ്റത്തിനടുത്ത് നമ്മൾ പലതായി ഡിവൈഡ് ചെയ്തു. എത്ര ഡിവിഷൻ ഡിവൈഡ് ചെയ്താലും അതിൽ ഓരോ പോയിന്റിലെയും പ്രഷറും ടെമ്പറേച്ചറും ഡെൻസിറ്റിയൊക്കെ സെയിം ആയിരിക്കും. അതിനർത്ഥം ഈ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ഇന്റൻസീവ് വേരിയബിൾ. ഒരു സിസ്റ്റത്തിനടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ എല്ലാ പാർട്ടിലെയും
ചില വേരിയബിൾസ് എന്തായിരിക്കും സെയിം ആയിരിക്കും. ഈ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസീവ് വേരിയബിൾസ്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് കപ്പാസിറ്റീസ് ഒക്കെ നമ്മൾ ഇനി കമ്മിങ് വീഡിയോസിൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. When a system is divided into two or more parts, the state variables which get changed for each part of the system are called extensive variables. Example: mass, volume, number of moles, heat capacity, internal energy, enthalpy, entropy, etc. അപ്പോൾ സിസ്റ്റം ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പാർട്ടിൽ നിന്ന് വേറെ പാർട്ടിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതനുസരിച്ച് മാസും വോളിയം ഒക്കെ മാറാം. പക്ഷെ പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്യില്ല, മാറില്ല. അപ്പോൾ ഒരു ഹോട്ട് ടീ എടുക്കുകയാണ്, ഹോട്ട് ടീ എടുത്ത് നമ്മൾ രണ്ടാക്കി. അപ്പോൾ രണ്ട് ഭാഗത്തെയും ചൂട് സെയിം ആയിരിക്കും, പ്രഷറും സെയിം ആയിരിക്കും. പക്ഷെ രണ്ട് വോളിയം എന്തായിരിക്കും, ഡിഫറെൻ്റ് ആണ്. മാസ് ഡിഫറെൻ്റ് ആയിരിക്കും, ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇൻറ്റൻസീവ് വേരിയബിൾസ് ആൻഡ് എക്സ്റ്റൻസീവ് വേരിയബിൾസ്. അപ്പോൾ ഇൻറ്റൻസീവ് വേരിയബിൾസ് ആണ് അൺചേഞ്ച്ഡ് ആണ്, എക്സ്റ്റൻസീവ് വേരിയബിൾസ് മീൻസ് ചേഞ്ച്ഡ് ആണ്. A system or body is said to be in equilibrium, that is thermal equilibrium, if its temperature does not change with time. That is, temperature remains a constant. അപ്പോൾ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് പറയുകയെങ്കിൽ അതിനർത്ഥം ആ ബോഡിക്ക് there is no temperature difference. ആ രണ്ട് ബോഡിയും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവില്ല. That is, the temperature should be remains constant. Two system or two bodies are said to be in thermal equilibrium if there is no exchange of heat take place between them when made in contact with each other. അതായത് രണ്ട് സിസ്റ്റത്തിൽ തെർമൽ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ ഈക്വൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുക. അപ്പോൾ രണ്ട് സിസ്റ്റം നമ്മൾ കണക്ട് ചെയ്തപ്പോൾ ആ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ ഒരിക്കലും ഹീറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യില്ല. അപ്പോൾ ടെമ്പറേച്ചർ റിമെയിൻ സെയിം ആണെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം, അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ ഇല്ല എങ്കിലും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹീറ്റ് ഫ്ലോ നടക്കുന്നത് ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ ആണ് ഹീറ്റ് ഫ്ലോ നടക്കുന്നത്. പിന്നെ രണ്ട് സിസ്റ്റം കണക്ട് ചെയ്യുമ്പോൾ അത് തമ്മിൽ വാൾ അഡിയബാറ്റിക് ആണോ ഡയാതെർമിക് വാൾ ആണോ അതിനെക്കുറിച്ചും ഇവിടെ മെൻഷൻ ചെയ്യാറുണ്ട്. Two system A and B at different temperature will acquire thermal equilibrium if they are made in contact with each other by a diathermic, that is conducting wall. Heat flows from the body within high temperature to the body within low temperature until their temperature become equal. അപ്പോൾ ഡയാതെർമിക് വാൾ കണ്ടക്ടിങ് വാൾ ആണെങ്കിൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം, ഡയാതെർമിക്, ആ വാക്ക് ഓർത്ത് വെക്കണം. ഡയാതെർമിക് മീൻസ് കണ്ടക്ടിങ്. Two systems cannot reach thermal equilibrium if they are separated by a adiabatic, that is non-conducting insulating wall. അപ്പോൾ അഡിയബാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ കണ്ടക്ടിങ് ഇൻസുലേറ്റിംഗ് വാൾ ആണ്. അഡിയബാറ്റിക് മീൻസ് ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത അഡിയബാറ്റിക് വാൾസ് ആണെങ്കിൽ അവിടെ തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആവില്ല, കാരണം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. അപ്പോൾ ഇതിൽ ബേസിക് ആയ എന്താണ് തെർമൽ ഇക്വിലിബ്രിയം, എങ്ങനെയാണ് തെർമൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക, ഹീറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ആവുക, എന്താണ് ഇൻറ്റൻസീവ് വേരിയബിൾസ്, എന്താണ് എക്സ്റ്റൻസീവ് വേരിയബിൾസ്, എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്, ഇത്രയും ബേസിക് ആയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ട്നെസ്, ഹീറ്റ് എന്ന് വെച്ചാൽ എനർജിയാണ്, അത് ഫ്ലോ, അതിൻ്റെ യൂണിറ്റ് ജൂളാണ്. ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ആണ്. ആ ഹീറ്റിനെ അളക്കുന്ന ഒരു അളവുകോലാണ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. So hope these concepts are very clear. If you have any doubts, feel free ask through comments. Thank you for watching. Thank you.